നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ചോയ്സ് വെഡ്ഡിംഗ് കാസൽ. ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മികവുറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പു നൽകുന്നു. ചോയ്സ് വെഡ്ഡിംഗ് കാസൽ, എടപ്പാൾ. +1 അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടർനിറ്റി പ്രവർത്തകർ വാഹനജാഥ നടത്തി. മലപ്പുറം ജില്ലയിലെ +1 സീറ്റുകളുടെ കുറവ് പരിഹരിക്കാൻ അധിക ബാച്ചുകൾ അനുവദിക്കലാണ് നീതിയെന്ന് ഫ്രറ്റേണിറ്റി യൂത്ത് മൂവ്മെന്റ് അഭിപ്രായപ്പെട്ടു. മാറി മാറി വരുന്ന സർക്കാരുകൾ അലംഭാവം കാണിക്കുന്നതിന്റെ ഫലമാണ് ഇക്കൊല്ലവും 24,000 വിദ്യാർത്ഥികൾ +1 സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്നും ഇവർ വിശദീകരിച്ചു. മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നും ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജസ്റ്റിസ് റൈഡ് എന്ന തലക്കെട്ടിൽ നടന്നുവരുന്ന വാഹനജാഥയിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം. കേരളത്തിന്റെ ഖജനാവിനെ താങ്ങി നിർത്തുന്നതിൽ 1/2 കോടി മലപ്പുറത്തുകാരുണ്ട് എന്ന് ശിവൻകുട്ടി മനസ്സിലാക്കണം. മലപ്പുറത്തുകാരൻ കൊടുക്കുന്ന ടാക്സിന്റെ പകുതി പോലും കൊടുക്കാത്ത ജില്ലകളിൽ, ഉദാഹരണം പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ 12,000 കുട്ടികൾ 10ാം തരം പാസ്സാകുമ്പോ അവിടെ 9,991 കുട്ടികൾ പത്തനംതിട്ട ജില്ലയിൽ പാസ്സാകുമ്പോ 10ാം തരം പാസ്സാകുമ്പോ അവിടുത്തെ VHSCയും +2 കൂട്ടിയാൽ ഏതാണ്ട് 13,000 ചില്ലാനും സീറ്റ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല പത്തനംതിട്ട ജില്ലയിൽ ആകെ പാസ്സാകുന്ന കുട്ടികളുടെ എണ്ണവും അവിടുത്തെ +1ന്റെയും +2ന്റെയും VHSCയുടെയും സീറ്റും എടുത്താൽ അവിടുത്തെ മൊത്തം സീറ്റിന്റെ 40%, അവിടെയുള്ള ഗവൺമെന്റ് എയ്ഡഡ് സെക്ടറുകളിലെ സീറ്റിന്റെ 40% ഒരു കുട്ടിയെ പോലും കിട്ടാതെ ഒഴിഞ്ഞു കിടക്കുക. ഒരു കുട്ടി പോലും പഠിക്കാനില്ല. അവിടുത്തെ മൊത്തം സീറ്റിന്റെ 40% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. 13 ലക്ഷം പത്തനംതിട്ട ജില്ലയിൽ ആളുകൾ കൊടുക്കുന്നതും ടാക്സാണ്. 1/2 കോടി മലപ്പുറത്തുകാരൻ കൊടുക്കുന്നതും ടാക്സാണ്. എന്നാൽ മലപ്പുറത്ത് 3 കുട്ടികൾ 10ാം തരം പാസ്സായാൽ അതിലൊരു കുട്ടിക്ക് ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ പഠിക്കാൻ സീറ്റില്ല. എത്ര ക്രൂരമായ വിവേചനമാണിത്! എവിടെയത് നടക്കുന്നത്? കേരളത്തിലാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ, UDF ഭരിച്ച കേരളത്തിൽ ആരും ഇതിൽ. പാലപ്പെട്ടി മുതൽ വള്ളിക്കുന്ന് വരെ നടത്തുന്ന വാഹനജാഥക്ക് മാറഞ്ചേരി, പൊന്നാനി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. ബാസിദ് താനൂർ, മുഹമ്മദ് പൊന്നാനി, ഉമ്മർ തങ്ങൾ, CV ഖലീൽ, TV അബ്ദുറഹ്മാൻ, MA ഖദീജ തുടങ്ങിയവർ നേതൃത്വം നൽകി.